ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ ഐഷബി, ലൈഫ് കെയർ ഹോസ്പിറ്റൽ എടവണ്ണപ്പാറ. നിങ്ങളിപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആളാണോ? അല്ല, ഇപ്പോൾ ഗർഭിണിയാണോ? ഉടനെ പ്രസവത്തിൻ്റെ ഡേറ്റ് അടുത്തിരിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ? എന്ത് തന്നെയായാലും എല്ലാവർക്കും വേണ്ടത് സുഖപ്രസവമാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും. എല്ലാവരുടെയും ആഗ്രഹമാണ് അവരുടെ പ്രസവം സുഖപ്രസവം ആവണമെന്നുള്ളത്. ശരിയല്ലേ? ഡേറ്റ് ഏകദേശം അടുത്ത് ഒരു ഗർഭിണി ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രസവം നടക്കുന്നത്, പ്രസവം കഴിഞ്ഞിട്ട് എന്തൊക്കെ, ഈ വിധ കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഏവർക്കും ഉണ്ടാവും, ഒരു വ്യാകുലത ഉണ്ടാവും, വിഷമം ഉണ്ടാവും, സംശയങ്ങൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ തീർത്തു തരാം. ഒരു ഗർഭിണി നമ്മുടെ അടുത്തോട്ട് വരുന്നു, ഏകദേശം ഡേറ്റായി തുടങ്ങി, വേദന ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ രക്തം കാണുന്നുണ്ട്, രക്തക്കറ കാണുന്നുണ്ട്, ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുമായിട്ടായിരിക്കും അവർ വരിക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രോഗിയുടെ ബ്ലഡ് പ്രഷർ നോക്കുന്നു, പൾസ് നോക്കുന്നു, ടെമ്പറേച്ചർ, അതായത് പനി എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നു, പിന്നെ കുട്ടിയുടെ മിടിപ്പ് പരിശോധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീവിയസ് റെക്കോർഡ്സ്, ഇവരുടെ 9 മാസത്തെ റെക്കോർഡ്സ്, അത് കൂടാതെ വേറെന്തെങ്കിലും പ്രധാനപ്പെട്ട റെക്കോർഡ്സ്, അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ, സ്കാനിങ്ങുകൾ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറയുന്നു. പിന്നെ ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് വിടുന്നു. അതായത് ഇപ്പോഴത്തെ ഗർഭിണിയുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബേസിക് ബ്ലഡ് ടെസ്റ്റ് വിടുന്നു. ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറയുന്നതിന് കാരണം, നമുക്ക് ഗർഭാവസ്ഥയിൽ, അതായത് പ്രസവം കഴിഞ്ഞിട്ട് ഏത് നിമിഷവും ബ്ലീഡിങ് ആർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ കുടുങ്ങരുത്. നമ്മളെടുത്ത് ഒരു ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു സമാധാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ CTG എടുക്കുന്നു. CTG എന്ന് വെച്ചാൽ കാർഡിയോ ടോക്കോഗ്രാം. വലിയ വിരൽ ECG എടുക്കുന്നത് പോലെ കുട്ടിയുടെ മിടിപ്പ് അറിയാനും കുട്ടീൻ്റെ സുഖവിവരം, കുട്ടി ഉള്ളിൽ എത്ര പെർഫെക്റ്റ്ലി ഓക്കെ ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് CTG. അതൊരു മെഷീനാണ്. അതിലൂടെ ഗ്രാഫിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഗ്രാഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഗർഭിണിയുടെ വയറ്റിലൂടെ ഒരു ടേപ്പ്, 2 ടേപ്പ് ചുറ്റിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യലാണ്. അതിങ്ങനെ കുട്ടീൻ്റെ മിടിപ്പ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിൽ കുട്ടിയുടെ വെൽബീയിങ്, കുട്ടി ഉഷാറാണ്, അല്ലെ കുട്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ, ക്ഷീണമുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, കുട്ടീൻ്റെ മിടിപ്പ് കൂടുതലാണോ കുറവാണോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗർഭിണിയുടെ ഉള്ളു പരിശോധന നടത്തുന്നത്. ഉള്ളു പരിശോധനയിൽ വേദനയൊന്നും ഉണ്ടാവില്ല, റിലാക്സായി കിടന്നാൽ മാത്രം മതി. ഉള്ളു പരിശോധനയിൽ നമുക്കറിയാൻ പറ്റും വികസനം എത്ര ഉണ്ട്, വികസനമുണ്ടോ ഇല്ലയോ, ഇനി വികസനം എത്ര ഉണ്ട്, എത്ര ആയിട്ടുണ്ട്, 2 സെൻറ്റിമീറ്റർ ആണോ, 3 സെൻറ്റിമീറ്റർ ആണോ, 10 സെൻറ്റിമീറ്റർ വികസിച്ചാലാണ് പ്രസവം ഉണ്ടാവുക. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ് വികസനം. അതുപോലെ തന്നെ ഗർഭാശയത്തിൻ്റെ വായ്ക്ക് ഇഫേസ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് ചുരുങ്ങി വരിക, അതിൻ്റെ കട്ടി ചുരുങ്ങി വരിക, അത് നോക്കണം. ഗർഭത്തിൽ വെള്ളം പൊട്ടിയിട്ടുണ്ടോ നോക്കും. ഇനി വെള്ളം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കളർ എന്താണ്, കഞ്ഞിവെള്ളത്തിൻ്റെ കളർ എന്ന് വെച്ചാൽ നോർമൽ കളറാണ്, അല്ല ഗ്രീൻ ആണോ യെല്ലോ ആണോ എന്നുണ്ടെങ്കിൽ കുട്ടി ഉള്ളിൽ മഷി ഇളക്കിയിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെൽവിസ് ഒന്ന് അസസ് ചെയ്യും. അതായത് കുട്ടിക്ക് താഴോട്ട് ഇറങ്ങി വരാനുള്ള സ്ഥല സൗകര്യം ഉണ്ടോ ഇല്ലയോ, അതും കൂടെ നമ്മൾ പരിശോധന നടത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി ബൈസ്റ്റാൻഡേഴ്സിനോട്, അതായത് ഗർഭിണിയുടെ കൂടെ വന്നവരോട് നമ്മൾ വിവരം പറയും. എന്തൊക്കെയാണ് നമ്മളെ പരിശോധനയിലൂടെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എനീമ കൊടുക്കുക, വയറ് കഴുകുന്നതിലൂടെ മോഷനൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഇറങ്ങി വരാൻ സൗകര്യമുണ്ട്, പിന്നെ വേദന കൂടുകയും ചെയ്യും. അപ്പോൾ വയറ് കഴുകുന്നു. 3-4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ, ഒരു 10 മിനിറ്റിൽ ഒരു ചെറിയ വേദനയൊക്കെ വരുന്നുള്ളൂ, അതിൻ്റെ അർത്ഥം വേദന ഇനിയും കൂടാനുണ്ട്. അങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ രോഗിയോട് പറയും, നിങ്ങൾ റൂമിൽ പോയിക്കോളൂ, എന്നിട്ട് മിടിപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും, കുഴപ്പമില്ല, ധാരാളം വെള്ളമൊക്കെ കുടിച്ചോളൂ. ഭാരമുള്ള ഭക്ഷണം വയറ് കഴുകിയതിന് ശേഷം വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കണ്ട, പക്ഷേ അതേസമയം വിശന്നിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം, ചായ, ജ്യൂസ് ഇതൊക്കെ കുടിച്ചിരിക്കുക. പിന്നെ കുറച്ചൊക്കെ നടക്കാൻ പറ്റുമെങ്കിൽ നടക്കുന്നത് നല്ലതാണ്. ഇനി ക്ഷീണം ഉണ്ടെങ്കിൽ നടക്കണ്ട, കിടന്നോളൂ എന്ന് പറയും. അങ്ങനെ 1 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ മിടിപ്പ് നോക്കുന്നു, വേദന കൂടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇനി വേദന കൂടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മൾ ഗ്ലൂക്കോസിലൂടെ വേദന കൂട്ടാൻ വേണ്ടി മരുന്നിടാം.
ഇനി അതല്ല, വേദന സ്വാഭാവികമായി നാച്ചുറലായിട്ട് വേദന കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. വേദന കുറച്ച് അധികമാകുമ്പോൾ അവരിങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ പരിശോധന നടത്തും. ഇനി വെള്ളം പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വെള്ളം പൊട്ടിക്കുന്നു, അതോടെ വേദന കുറച്ചും കൂടെ അധികമാവുന്നു, ഗ്ലൂക്കോസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് പ്രസവ റൂമിലോട്ട് മാറ്റുന്നു. 10 സെൻറ്റിമീറ്റർ വികസനമായി കുട്ടീൻ്റെ തല താഴോട്ട് വന്നു, തല കാണുന്നുണ്ട് എന്നുള്ള സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഈ സ്ഥലക്കുറവുണ്ട്, അതായത് കുട്ടിക്ക് പ്രസവിച്ച് പോരാൻ സ്ഥലക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു കട്ട് കൊടുക്കുന്നു. അതിന് എപ്പിസിയോട്ടമി എന്നാണ് പറയുക. അടിഭാഗത്തൊരു കട്ട് കൊടുക്കുന്നു. ആ കട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഗർഭിണിയോട് നമ്മൾ മുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു, താഴോട്ട് മുക്കാൻ പറയുന്നു. അപ്പോൾ അതെല്ലാവരും നിന്നിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ ഒന്നുകൂടെ ഉഷാറിൽ അത് മുക്കി. കാരണം അത്രയും സമയം വീട്ടിലുള്ളവരുടെ കൂടെ ആയിരുന്നല്ലോ, ഇപ്പം അല്ലേ പ്രസവ റൂമിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവർ റിലാക്സ്ഡ് ആയിരിക്കും. അവർ നല്ല നിലയിൽ മുക്കി. കുട്ടിൻ്റെ ആദ്യം തല പുറത്ത് വരുന്നു, പിന്നെ ബോഡി എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടിൻ്റെ മുഖവും പിന്നെ മൂക്കും വായൊക്കെ തുടച്ചിട്ട് കുട്ടി കരയുന്നു, പൊക്കിള് മുറിക്കുന്നു. കുട്ടികളെ ഡോക്ടർക്ക് ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറുപിള്ള, അതായത് സ്റ്റേജ് 3 എന്ന് പറയും, മറുപിള്ള എടുക്കുന്നു. പിന്നെ ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്ന് പരിശോധന നടത്തുന്നു. നമ്മൾ കട്ട് ചെയ്ത എപ്പിസിയോട്ടമി സ്റ്റിച്ച് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് പ്രസവിച്ച അമ്മക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നു. അതായത് തുന്നൊക്കെ നല്ല വൃത്തിയോടെ കൈവച്ച് കഴുകണം, ധാരാളം വെള്ളം കുടിക്കണം, പിന്നെ അതുപോലെ തന്നെ വയറ്റിൽ മുറുകി പോകാൻ പാടില്ല. അതുകൊണ്ട് പച്ചക്കറിയുള്ള ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിക്കണം. പിന്നെ ഇരുന്ന് പാല് കൊടുക്കണം. ഒരിക്കലും പേടിക്കരുത് ഇരിക്കാൻ വേണ്ടി. നല്ല അമർന്ന് അമരണം, അമർന്ന് ഇരുന്ന് പാല് കൊടുക്കുക. പാല് കുടിപ്പിച്ചിട്ട് കുത്തനെ പിടിച്ച് തട്ടി കൊടുക്കുക. കുട്ടിക്ക് ഏമ്പളം വരുമ്പോൾ മാത്രം കുട്ടീനെ മറ്റേ സൈഡ് കുടിപ്പിക്കുക. ഈ വക കാര്യങ്ങൾ, അതുപോലെ തുന്നിൻ്റെ കെയർ, പോസ്റ്റ്മോർട്ടം കെയർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ 4th സ്റ്റേജിലോട്ട് മാറ്റുന്നു. അവിടെ ഒരു 2 മണിക്കൂർ കിടത്തുന്നു. അവർ ചായയും ബിസ്ക്കറ്റ്, ബ്രെഡ് അതൊക്കെ കഴിക്കുന്നു. മൂത്രം ഒഴിപ്പിക്കുന്നു. തുന്നൊക്കെ ഒന്നും കൂടെ നോക്കുന്നു. ബ്ലീഡിങ് ഒന്നും കൂടെ പരിശോധന നടത്തുന്നു. പിന്നെ കുട്ടിക്ക് പാല് കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടീനെ വിളിപ്പിച്ച് കുട്ടിക്ക് പാല് കൊടുക്കുന്നു. കുട്ടി എങ്ങനെ പാല് കൊടുക്കണം, എന്തൊക്കെയാണ് നിപ്പിൾ കെയർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് പൊസിഷനിലാണ് കുട്ടിക്ക് പാല് കൊടുക്കേണ്ടത്, അതുപോലെ ബേർപ്പിംഗ് എങ്ങനെയാണ്, ഈ വക നിർദ്ദേശങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ വീൽ ചെയറിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീൽ ചെയറിൽ അമ്മയെ റൂമിലോട്ട് മാറ്റുന്നു. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് ഒരു പ്രസവത്തിൽ. അപ്പോൾ ഗർഭിണികൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മമാരും സഹോദരികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെടുത്തു നിന്നാണ് നമ്മൾ നേരെ പ്രസവ റൂമിലോട്ട് വരുന്നത്. അപ്പോൾ ഒരു ആശങ്കയും പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ളവരാണ്. അവിടെ നിങ്ങൾക്ക് ഉമ്മയും സഹോദരിയും ഉണ്ടെങ്കിൽ ഇവിടെ പ്രസവ റൂമിൽ ഉമ്മയും സഹോദരിയും ഉണ്ട് എന്ന് തന്നെ കരുതുക. അതുപോലെ തന്നെ ഞങ്ങളെയും കാണുക. വീട്ടിലെ അംഗങ്ങളെപ്പോലെ ഞങ്ങളെ കാണുക. കാരണം ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, നിങ്ങളെ പരിചരിക്കുന്നതും. അതുകൊണ്ട് അങ്ങനത്തെ വിഷമങ്ങളും സംശയങ്ങളും എന്തുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എല്ലാവർക്കും സുഖപ്രസവം തന്നെ ആവണം. കുട്ടിയും അമ്മയും സുഖത്തോടെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഏത് രാത്രി എവിടെ നിന്ന് പ്രസവ കേസ് വന്നാലും, എന്ത് ബുദ്ധിമുട്ടുള്ള ആൾ വന്നാലും, കേസ് വന്നാലും നമ്മൾ ഏത് പാതിരാത്രിയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് ആർക്കും ബുദ്ധിമുട്ട് വരരുത് എന്നാണ് നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഒന്നമർത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.